എന്തായാലും ചൂടാ ഇതുപോലെയുള്ള ഈ നല്ലൊരു ചൂടത്ത് ഒരു 2-3 സൈസിലുള്ള നമുക്ക് നല്ലൊരു ടേസ്റ്റുള്ള കുൽഫേസ് ഉണ്ടാക്കി എടുത്താലോ. അപ്പോൾ മൗൾഡൊന്നും ഇല്ലാതെ തന്നെ ഇതുപോലെയൊക്കെ ഒരു 3 രീതിയിലുള്ള നല്ല സ്ട്രോബെറിയും അതുപോലെ വാനില ആയിട്ടും അതുപോലെ ഒരു ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് ഒരു കുൽഫീസ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. 5 മിനിറ്റിൽ വളരെ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൽ നിന്നും അതിലും ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇതിൽ കുട്ടികളൊക്കെ സ്കൂൾ അടച്ചിരിക്കുന്ന ടൈമല്ലേ, അപ്പോൾ അധികം ചിലവൊന്നും ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കുണ്ടല്ലോ, ഇതുപോലെ ഒരു പാനിലേക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇടാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു 3 ഗ്ലാസ് പാലെടുത്ത് ഒഴിക്കാം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ നമുക്കൊരു 3-4 സ്പൂൺ കോൺഫ്ലോർ, അതുപോലെ കോൺഫ്ലോറിലേക്ക് നമുക്ക് ഇത്തിരി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ആ ഒരു കട്ടയൊക്കെ ഒന്ന് ഉടത്തി കളഞ്ഞിട്ട് നമുക്ക് ആ ഒരു പാനിലേക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളത് കട്ട കൊടുത്താതിരിക്കാനാണ് കേട്ടോ ഇപ്പോഴാണ് തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിടാൻ പറഞ്ഞത്. ഇതുപോലെ നമുക്കിനി ആ ഒരു പാനിലേക്ക് ഇങ്ങനെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നമുക്ക് ഗ്യാസ് ഓണാക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കൂട്ടിളക്കി കൊടുക്കുക. കട്ട ഒത്താത്ത രീതിയിൽ മാറി പോകരുത് കേട്ടോ. അവിടെ നിന്ന് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. സേമിയ ഉണ്ടെങ്കിൽ സേമിയ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ള കുൽഫി ആണ് കേട്ടോ. ഇതുപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. എന്തോരം പഞ്ചസാര വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനിയിപ്പം നിങ്ങളുടെ വീട്ടിൽ വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഒരു 2-3 ഏലക്ക ചതച്ചിടണം കേട്ടോ. ഈ പാല് തിളക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് 2-3 ഏലക്ക ചതച്ചിട്ടാൽ മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് കൂട്ടിളക്കി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊക്കെ ഉടന്ന് വരുന്ന രീതിയിൽ കേട്ടോ. അപ്പം ഈ ഒരു ഇളക്കി ഒന്ന് കുറുകി വരുന്ന ടൈമിൽ തന്നെ നമ്മുടെ സേമിയ അതിൽ കിടന്ന് വെന്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ചോക്ലേറ്റ് ഐസ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് കൊക്കോ പൗഡർ ഇല്ലാന്ന് വെച്ചാൽ ടെൻഷൻ അടിക്കണ്ട. വീട്ടിലൊക്കെ വാങ്ങിച്ച് വെച്ചേക്കുന്ന കുഞ്ഞ് ചോക്ലേറ്റിൻ്റെ നമ്മൾ മിഠായി എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഉടത്തിട്ടാലും മതി കേട്ടോ. കൊക്കോ പൗഡർ ഇല്ലാതെ വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു മിഠായിയുടെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടത്തിടാം. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ 2 സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒന്ന് കട്ട എടുത്തിട്ട് വെള്ളത്തിലൊഴിച്ചൊന്ന് കട്ട ഉടത്തിയിട്ടിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു പാലിൻ്റെ മിക്സ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിയുമ്പം കൊക്കോ പൗഡർ ആയതുകൊണ്ട് ചെറിയ രീതിയിൽ ചെറിയൊരു കയ്പ്പുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് മധുരം എന്തോരാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൂട്ടിലേക്ക് ഇത്തിരി കൂടി മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അതേ ഫ്ലേവർ തന്നെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് 2 കൂട്ടും കൂടെ വേണം, സ്ട്രോബെറി വാനിലയും കൂടെ വേണ്ടേ. അപ്പം വാനിലേക്ക് നമുക്ക് ഇതുപോലെ നമുക്ക് വാനില എസൻസ് എടുത്ത് ഒഴിക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വാനില എസൻസ് ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല. നമ്മുടെ ഏലക്ക പൊടിച്ചത് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നമ്മൾ തിളപ്പിക്കുന്ന പാലിലേക്ക് ഏലക്ക ചതച്ചിട്ടാൽ മതി. അപ്പം നമുക്ക് ഇതുപോലെ വാനില ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഏലക്ക മതി. നമ്മൾ പണ്ടൊക്കെ സേമിയസൊക്കെ വാങ്ങിച്ച് കഴിക്കത്തില്ലേ, ആ ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മുടെ ഏലക്ക ഇട്ട് ഉണ്ടാക്കി എടുക്കുമ്പം. അപ്പോൾ അതേപോലെ വാനിലയുടെ വേണമെങ്കിൽ നമ്മളൊരു ഐസ്ക്രീമിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നുള്ളൂ കേട്ടോ. വേറെ വ്യത്യാസമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ടാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് സ്ട്രോബെറിയുടെ ഒരു ഇതിന് കളറിനും അതുപോലെ സ്ട്രോബെറിയുടെ ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്കിത് ഇതുപോലെ എല്ലാം നമ്മൾ ബേക്കറി ഷോപ്പുകളിലൊക്കെ നമുക്ക് കിട്ടും. കേക്കുകളിലൊക്കെ നമ്മൾ കൊടുക്കുന്ന കളറുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ടൈഗറിൻ്റെ റോസ് കളർ, അത് നല്ല സ്ട്രോബെറി എസൻസ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. സ്ട്രോബെറിയുടെ കളറും കിട്ടും, സ്ട്രോബെറിയുടെ അതേ ഫ്ലേവർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഫസ്റ്റിൽ നമുക്ക് ഒരു 2 തുള്ളി മതി കേട്ടോ. 2 തുള്ളി എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു കുറച്ച് പാലെടുത്ത് വെച്ചിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ആ ഒരു മിക്സ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്ട്രോബെറി ഐസ്ക്രീം കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മുടെ ഒരു സ്ട്രോബെറി ഐസിന്. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഐസ് മൗൾഡ് ഉള്ളവർക്ക് ഐസ് മൗൾഡിലേക്ക് എടുത്ത് ഒഴിക്കാം കേട്ടോ. ഇത് നമുക്ക് ഓൺലൈനിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. 85 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാനിത് ഓഫറിന് വാങ്ങിച്ചതാണ്. അപ്പം ഇപ്പം നിങ്ങൾ നോക്കിയാലും ചിലപ്പോൾ 85 രൂപ, ചിലപ്പോൾ 100 രൂപയൊക്കെ റേറ്റിൽ കിടപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ വെച്ചിട്ട് 200-250 രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഓൺലൈനിൽ കയറി നോക്കാം. ആമസോണിലൊക്കെ ഒന്നുണ്ടെങ്കിൽ കയറി നോക്കാം. ഇനിയിപ്പോൾ മൗണ്ടില്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ ഈ ഒരു ഐസ് നമ്മുടെ വീട്ടിൽ ഈ ഗ്ലാസ് ഉണ്ടല്ലോ, നമ്മൾ വെള്ളം കുടിക്കുന്ന നമ്മൾ ചായ എടുക്കുന്ന ഗ്ലാസ്സുകളുണ്ടെങ്കിൽ, സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തേക്ക് എടുത്ത് ഒഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെയിലൊക്കെ നമ്മളെടുത്ത് ഒഴിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ 2 മണിക്കൂറും കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഐസായി കിട്ടും. നമ്മൾ ഇതുപോലെ മൗൾഡിലൊക്കെ ഒഴിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും പിടിക്കും കേട്ടോ. അപ്പം 8 മണിക്കൂർ നേരമൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് തന്നെ എടുത്തങ്ങ് ഒഴിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മൾ ഐസൊക്കെ കഴിച്ച് നിൽക്കുന്നതിൻ്റെയൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെയുള്ള കോലൊക്കെ ഉള്ള കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് നമ്മളിത് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കതിന് കോലും കിട്ടും. ഇനിയിപ്പോൾ കോലില്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെറിയ സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഐസിന് കാലുമായി കേട്ടോ. ഇതുപോലെ 2 മണിക്കൂറും കൊണ്ട് നമ്മൾ സ്റ്റീൽ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഐസ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മൗണ്ടിലുള്ളത് ഒരു 8 മണിക്കൂറിന് ശേഷം ഞാൻ പിറ്റേന്ന് ഉച്ചയ്ക്കാണ് കേട്ടോ എടുത്തത്. അപ്പോഴത്തേക്കും അത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുട്ടികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. കുട്ടികൾക്ക് വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റും നല്ല റൈസാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് തോന്നിട്ട് എല്ലാ കുട്ടികളൊക്കെ ഒന്ന് ഷെയർ ചെയ്തിരിക്കാൻ മറക്കല്ല കേട്ടോ.